എൻ്റെ ശിശുദിനാശംസകൾ. ഞാനിന്ന് നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ പോകുന്നത് ശിശുദിനത്തോടെ അനുബന്ധിച്ചുള്ള ഒരു പ്രസംഗമാണ്. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, ഇന്ന് നവംബർ 14 ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണല്ലോ. ഈ ദിവസം നമ്മൾ ഇന്ത്യക്കാർ ശിശുദിനമായാണ് ആചരിക്കുന്നത്. കാരണം എന്താണെന്ന് അറിയണ്ടേ? ചാച്ചാജിക്ക് കുട്ടികൾ അത്രയ്ക്കും ഇഷ്ടമായിരുന്നു. രാജ്യത്തെ കുട്ടികളുടെ ഭാവിയാണ് രാജ്യത്തെ ഭാവിയെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. കുട്ടികളുടെ വിദ്യാഭ്യാസ ആരോഗ്യ കാര്യങ്ങൾക്കും അദ്ദേഹം വളരെ പ്രാധാന്യം കൊടുത്തിരുന്നു. കുട്ടികളോടൊപ്പം ഇടപെടാനും കുട്ടികൾക്ക് വേണ്ടി എഴുതാനും അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു. ചാച്ചാജി ആഗ്രഹിച്ച പോലെ തന്നെ നമുക്ക് പഠിച്ചു വളർന്ന് ഇന്ത്യക്ക് വേണ്ടി പ്രയത്നിക്കാം. ജയ് ഹിന്ദ്. ഹായ്, മുഹമ്മദ് ഷയാൻ. നവംബർ മാസം 14 ചാച്ചാജിയുടെ ജന്മദിനം. ശിശുദിനമായി കൊണ്ടാടുന്നൊരു പുണ്യദിനം. ഗുഡ് മോർണിംഗ്. പ്രിയപ്പെട്ട അധ്യാപകരെ, കൂട്ടുകാരെ, രക്ഷിതാക്കളെ, എല്ലാവർക്കും സ്വാഗതം. ഇന്നു നമ്മൾ ശിശുദിനമായി ആഘോഷിക്കുകയാണല്ലോ. 1889 നവംബർ 14 നെഹ്റു ജനിച്ചത്. കുട്ടികൾ നെഹ്റുവിനെ ചാച്ചാജി എന്നായിരുന്നു വിളിച്ചിരുന്നത്. നമ്മളെ പോലെയുള്ള കൊച്ചുകുട്ടികളെ ചാച്ചാജിക്ക് വലിയ ഇഷ്ടമായിരുന്നു. കുട്ടികളും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു. കുട്ടികളുടെ ഇഷ്ടചങ്ങാതിയായിരുന്നു നെഹ്റു. അതിനാലാണ് ഈ ദിവസം ശിശുദിനമായി ആചരിക്കുന്നത്. വിദ്യാഭ്യാസത്തിനു വേണ്ടി 15-ാം വയസ്സിൽ നെഹ്റു ഇംഗ്ലണ്ടിലേക്ക് പോയി. 1916 വിവാഹിതനായി. ആഘോഷങ്ങളേറെ ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു നെഹ്റു. റോസാപ്പൂവ് അദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ സ്ഥിരമുണ്ടായിരുന്നു. 1964 മെയ് 27 അദ്ദേഹം മരണപ്പെട്ടു. ഒരു ശിശുദിനം കൂടി കടന്നു പോകുമ്പോൾ ചാച്ചാജി എന്ന റോസാപ്പൂവ് അപ്പൂപ്പനെ നമുക്ക് ഒരിക്കൽ കൂടി ഓർമ്മിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ കൊച്ചു പ്രസംഗം ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ശിശുദിന ആശംസകൾ. ഹായ് ടീച്ചർ, ഐ ആം സഫ. ഇന്ന് നവംബർ 14 ചാച്ചാജിയുടെ ജന്മദിനം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ചാച്ചാജിയെ കുറിച്ചുള്ള കൊച്ചു പ്രസംഗം. പ്രിയപ്പെട്ട അധ്യാപകരെ, കൂട്ടുകാരെ, രക്ഷിതാക്കളെ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ശിശുദിനമായി ആഘോഷിക്കുകയാണല്ലോ. 1889 നവംബർ 14 നെഹ്റു ജനിച്ചത്. കുട്ടികൾ നെഹ്റുവിനെ ചാച്ചാജി എന്നായിരുന്നു വിളിച്ചിരുന്നത്. നമ്മളെ പോലുള്ള കൊച്ചു കുട്ടികൾ ചാച്ചാജിക്ക് വലിയ ഇഷ്ടമായിരുന്നു. കുട്ടികളും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു. കുട്ടികളുടെ ഇഷ്ടചങ്ങാതിയായിരുന്നു നെഹ്റു. അതിനാലാണ് ഈ ദിവസം ശിശുദിനമായി ആചരിക്കുന്നത്. വിദ്യാഭ്യാസത്തിനു വേണ്ടി 15-ാം വയസ്സിൽ ഇംഗ്ലണ്ടിലേക്ക് പോയി. 1916 വിവാഹിതനായി. ആഘോഷങ്ങളേറെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരുന്നു നെഹ്റു. റോസാപ്പൂവ് അദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ സ്ഥിരമുണ്ടായിരുന്നു. 1964 മെയ് 27 ഇദ്ദേഹം മരണപ്പെട്ടു. ഒരു ശിശുദിനം കൂടി കടന്നു പോകുമ്പോൾ ചാച്ചാജി എന്ന റോസാപ്പൂവ് അപ്പൂപ്പനെ ഒരിക്കൽ കൂടി നമുക്ക് ഓർമ്മിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും ശിശുദിനാശംസകൾ. താങ്ക് യു. എൻ്റെ പേര് ഖദീജത്ത് ഹന. ഞാൻ ഇന്ന് നിങ്ങൾക്ക് ശിശുദിനത്തിൻ്റെ ഒരു പാട്ട് പാടാം. ചാച്ചാജി ചാച്ചാജി നമ്മുടെ സ്വന്തം ചാച്ചാജി, ചാച്ചാജി ചാച്ചാജി നമ്മുടെ സ്വന്തം ചാച്ചാജി, സ്നേഹം ചിരിയും ചാച്ചാജി,
പുഞ്ചിരി തൂകും ചാച്ചാജി, സ്നേഹം ചിരിയും ചാച്ചാജി, പുഞ്ചിരി തൂകും ചാച്ചാജി. ശിശുദിനം എന്തെന്നറിയാമോ? ചാച്ചാജിയുടെ ജന്മദിനം. ശിശുദിനം എന്തെന്നറിയാമോ? ചാച്ചാജിയുടെ ജന്മദിനം. സ്നേഹിച്ചെന്നും കുട്ടികളെ സ്വപ്നം കണ്ടു നമ്മൾക്കായി. സ്നേഹിച്ചെന്നും കുട്ടികളെ സ്വപ്നം കണ്ടു നമ്മൾക്കായി. കുട്ടികൾക്കെന്നും ചാച്ചാജി റോസാപ്പൂവിൻ തോഴൻ താൻ. കുട്ടികൾക്കെന്നും ചങ്ങാതി റോസാപ്പൂവിൻ തോഴൻ താൻ. നേടിത്തന്നു സ്വാതന്ത്ര്യം നമ്മുടെ നാടിൻ ചാച്ചാജി. നേടിത്തന്നു സ്വാതന്ത്ര്യം നമ്മുടെ നാടിൻ ചാച്ചാജി. ഓർത്തിടുന്നേ ജന്മദിനത്തിൽ ചാച്ചാജിയെ ഹൃദയത്തിൽ. ഓർത്തിടുന്നേ ജന്മദിനത്തിൽ ചാച്ചാജിയെ ഹൃദയത്തിൽ. ചാച്ചാജിയെ ഹൃദയത്തിൽ. എല്ലാവർക്കും എൻ്റെ ശിശുദിന ആശംസകൾ. താങ്ക് യു. മിസ് ഫാത്തിമ KH നെഹ്റുജി തന്നുടെ ജന്മദിനം ശിശുദിനമായി ഘോഷിച്ചു. പിറന്ന നാട്ടിൽ ഈ സുദിനം മറഞ്ഞു പോയി ചാച്ചാജി. ഹാപ്പി ചിൽഡ്രൻസ് ഡേ. ഫ്രണ്ട്സ്, ഞാൻ മുഹമ്മദ് അഫ്രാസ്. ടുഡേ ഈസ് November 14. I will show Happy Children's Day. Bye. ഹായ് കൂട്ടുകാരെ, ഹാപ്പി ചിൽഡ്രൻസ് ഡേ. ശാശാ ശിശുദിനം ചാച്ചാജിയുടെ ജന്മദിനം നവംബർ മാസം 14. നമ്മൾക്കെല്ലാം പുണ്യദിനം. റോസാപ്പൂവ് പറിച്ചിടാം, കുപ്പായത്തിൽ തൊരുകിടാം, ഗാന്ധിജി തൊപ്പിയണഞ്ഞിടാം, ശിശുദിന റാലി നടത്തിയിടാം. എൻ്റെ പേര് ഫാത്തിമ റഷ. എല്ലാവർക്കും ശിശുദിന ആശംസകൾ. നവംബർ മാസം 14 ചാച്ചാജിയുടെ ജന്മദിനം. ശിശുദിനമായി നാടെങ്ങും കൊണ്ടാടുന്നൊരു പുണ്യദിനം. ചുണ്ടിൽ പുഞ്ചിരി ഒളിത്തൂകി, വെള്ള ഉടുപ്പും തൊപ്പിയുമായി, നെഞ്ചിൽ പനിനീർ പൂച്ചൂടി, കുഞ്ഞുങ്ങൾക്ക് പ്രിയങ്കരനായി നമ്മുടെ സ്വന്തം ചാച്ചാജി. ഭാരതനാടിൻ അഭിമാനം ചാച്ചാജിയുടെ ജന്മദിനം. സന്തോഷത്തിൻ ജന്മദിനം. താങ്ക് യു. Hi ma'am, my name is Fatima Safa. Happy Children's Day. Thank you. نازنین ناز نکن، در رو کسی باز نکن، نازنین غر نکن. Happy Children's Day. Good morning everybody. Happy Children's Day. I am Muhammad Mahshuk, studying second standard PTMA UP School Bejira. Today I am speaking about Children's Day. Children's Day is celebrated on 14th November every year. The birthday of Jawaharlal Nehru. Jawaharlal
ധീരനായി നയിക്കണം, വീരനായി ജയിക്കണം, സ്നേഹമെന്ന ജ്വാലയായി മുന്നിലേക്കു നീങ്ങണം. ധീരനായി നയിക്കണം, വീരനായി ജയിക്കണം, സ്നേഹമെന്ന ജ്വാലയായി മുന്നിലേക്കു നീങ്ങണം. ലാ 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 ലാ. ജ്ഞാനമായി നിറയണം, ദീപമായി തെളിയണം, നെഹ്റു തൻ ഓർമ്മകൾ ജീവിതത്തിൽ പകരണം. ജ്ഞാനമായി നിറയണം, ദീപമായി തെളിയണം, നെഹ്റു തൻ ഓർമ്മകൾ ജീവിതത്തിൽ പകരണം. ലാ 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 ലാ. അനുസരിച്ച് വളരണം, അരുമയായി തീരണം, നാടിനായി നന്മ ചെയ്തു നല്ല പൗരനാകണം, നാടിനായി നന്മ ചെയ്തു നല്ല പൗരനാകണം. Respected teacher and my dear friends, good morning to all. Today I would like to speak about Children's Day. I wish all my friends very happy Children's Day. Today is November 40. November 40 is the birthday of Jawaharlal Nehru. This day is celebrated as Children's Day all over India. Nehru, the first Prime Minister of India. He had great love and affection towards children. Children called him Chacha Nehru. He was born in Allahabad in 1889. He was son of Motilal Nehru and Sarup Rani. He was very brilliant. He died at the age of 74 at the New Delhi. Once again, I wish you happy Children's Day. Thank you. Hi friends, this is Shifa Fatima. Respected teachers, parents and my dear friends, I wish you all happy Children's Day. Today, birthday of Jawaharlal Nehru, first Prime Minister of India. He was born 14th November 1889 in Allahabad. His father's Motilal Nehru and mother Sarup Rani. He loved children very much, so we celebrate this day as Children's Day. Thank you. Good morning, everyone. First, I wish you all a very happy Children's Day. And it's also our Chachaji's birthday. He was the first Prime Minister of India. He loved the children very much. We love him too. Happy Children's Day. Happy Children's Day. എനിക്കുമുണ്ടൊരു ചാച്ചാജി, നെഹ്റുജിയായൊരു ചാച്ചാജി, നമ്മുടെ സ്വന്തം ചാച്ചാജി. നെഹ്റുജിയായൊരു ചാച്ചാജി, എന്റെ ചാച്ചാജി, നമ്മുടെ ചാച്ചാജി. കുട്ടികളെ ചാച്ചാജി, പുഞ്ചിരി തൂകും ചാച്ചാജി, കൂട്ടുകാരെ നാം ചാച്ചാജി, നമ്മുടെ സ്വന്തം ചാച്ചാജി, എന്റെ ചാച്ചാജി, നമ്മുടെ സ്വന്തം ചാച്ചാജി, എന്റെ ചാച്ചാജി, നമ്മുടെ ചാച്ചാജി. ഹായ് കൂട്ടുകാരെ, ഇന്ന് നവംബർ 14 ശിശുദിനം ആണ്. അതുകൊണ്ട് ഞാൻ ഒരു കൊച്ചു പാട്ട് പാടാം ചാച്ചാജീന്റെ. ചാച്ചാജി ചാച്ചാജി ചാച്ചാജിയുടെ ജന്മദിനം, ചാച്ചാജി ചാച്ചാജി ചാച്ചാജിയുടെ ജന്മദിനം. പുഞ്ചിരി തൂകും ചാച്ചാജി, സ്നേഹം കൂട്ടും ചാച്ചാജി. ചാച്ചാജി ചാച്ചാജി ചാച്ചാജിയുടെ ജന്മദിനം, ചാച്ചാജി ചാച്ചാജി ചാച്ചാജിയുടെ ജന്മദിനം. ശിശുദിനം എന്താണെന്നറിയാമോ? ചാച്ചാജിയുടെ ജന്മദിനം. ചാച്ചാജി ചാച്ചാജി ചാച്ചാജിയുടെ ജന്മദിനം. I am Abubakar Afan. ജയ് ജയ് ചാച്ചാജി, ചാച്ചാജിയുടെ ജന്മദിനം ശിശുദിനമായി ആഘോഷിക്കാൻ പിറന്ന നാടിൽ
വർലാജി ചാച്ചാജി ജനകോടികളുടെ നേതാജി ജയ് ജയ് ചാച്ചാജി. Happy Children's Day.